MLA. പാലക്കാട് നിന്നൊരു മനുഷ്യൻ വടകരയിലേക്ക് പുറപ്പെട്ടത് മാത്രമേ കേരളത്തിന് അറിയൂ. ബാക്കി ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് മമ്മൂക്കയുടെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മെഗാസ്റ്റാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരാൾ, ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരാൾ ഇപ്പോൾ കരയിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്ന പ്രിയപ്പെട്ട സലീം കുമാർ എന്ന സലീമേട്ടനെ സംബന്ധിച്ചായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം നമുക്ക് ഒരുപാട് ചിരി സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ വളരെ കുഞ്ഞു പ്രായത്തിൽ ഇറങ്ങിയ സിനിമകൾ പോലും ഇപ്പോഴും യൂട്യൂബിൽ അതിൻ്റെ ഒരു കഷ്ണം കാണുമ്പോൾ അറിയാതെ കുറച്ച് സെക്കൻഡുകൾ അത് കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. ഇപ്പോഴും ടി വിയിൽ അതിൻ്റെ ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണുമ്പോൾ അതൊന്ന് എത്തി നോക്കി ചിരിച്ച് കടന്നു പോകുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒരു നടൻ, ക്യാമറയ്ക്ക് മുമ്പിൽ കല്യാണരാമനിലെ ചിരിയും ആദാമിൻ്റെ മകൻ അബുവിലെ കരച്ചിലും എല്ലാം ഒരുപോലെ അനശ്വരമാക്കിയ ഒരു മഹാനടൻ, ക്യാമറയ്ക്ക് പുറകിൽ ഒരിക്കലും അഭിനയിക്കാൻ അറിയാത്തൊരു പച്ച മനുഷ്യൻ, തൻ്റെ നിലപാടുകളെ അധികാരത്തിൻ്റെ നിറം നോക്കാതെ പറയാൻ കഴിയാവുന്ന ധീരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്ന ഒരാൾ, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോയി. പക്ഷെ ആ ചിരി മായുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും ആ ചിരിക്കൊടുവിൽ ഇനി അദ്ദേഹം ഇല്ലല്ലോന്നോർത്ത് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞെന്നിരിക്കും. ഇനിയും അദ്ദേഹം നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തില്ലാതിരുന്ന ടെക്നോളജികൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഹൂർത്തങ്ങളെ എങ്ങനെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലയാള സിനിമയുടെ ചരിത്രത്തിലും ഒരു മലയാളിയുടെ ചരിത്രത്തിലും ഇത്രയധികം മീമുകളിൽ കഥാപാത്രമായി കടന്നു വന്നിട്ടുള്ള മറ്റൊരാളും സലീം കുമാറിനെ പോലെ ഇല്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഏത് അവസ്ഥയും ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളി ആദ്യം തിരയുന്ന മീമുകളിൽ ഒന്നിൻ്റെ മുഖം ഇപ്പോഴും അത് സലീം കുമാറാണ്. കാരണം ആ എക്സ്പ്രഷൻസ്, ആ ഭാവം, നമുക്ക് പറയാനുള്ള ഒരുപാട് വാചകങ്ങളെ അതിനൊരു ചിത്രത്തിലേക്ക് ഒതുക്കാൻ പര്യാപ്തതയുള്ള കരുത്തായിരുന്നു എന്നുള്ളത് നമ്മളും അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചവരും ശേഷം ജീവിച്ചവരും ഇനി അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്നവർ പോലും നാളെ ഈ സാങ്കേതിക വിദ്യയും അതിൻ്റെ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖവും ഭാവവും കഥാപാത്രങ്ങളും കടന്നു വരും എന്ന കാര്യത്തിന് സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ, ജനഹൃദയങ്ങളിൽ മരണമില്ലാത്ത കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സംഗമം ആദരാഞ്ജലി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇന്ന് അവിടെ ചെല്ലേണ്ടവരാണ്. പക്ഷെ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി ഇതൊരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനോ ഇനി ഇത്തരത്തിൽ എല്ലാവരും നിങ്ങളെ ചേർത്തിരുത്താനോ അത് എളുപ്പം കഴിയില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹവും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ശേഷം അങ്ങോട്ടേക്ക് തിരിക്കണം എന്ന് ആഗ്രഹിച്ചത്. ഞാൻ ഇവിടെ വേദിയിൽ ഒട്ടനവധി ആളുകളുണ്ട്, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സിനിമയിൽ നിന്ന്, സംഗീത ലോകത്തു നിന്ന്, അതുപോലെ സിവിൽ സർവീസിൽ നിന്നൊക്കെ ശരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ MLA അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ഇത്തരം യോഗങ്ങളിൽ ഞാനും ശ്രമിക്കാറുള്ളത് ആളുകൾക്ക് നിങ്ങളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ 2 വാക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ വണ്ടിയിലിരുന്നിട്ട്, ഞാൻ നേരത്തെ ആലോചിച്ചില്ല, വണ്ടിയിലിരുന്നിട്ട് ആലോചിക്കുകയായിരുന്നു എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയേണ്ടത്. പക്ഷെ അപ്പോഴാണ് ജോസഫിൻ്റെ ക്ലാസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് അറിഞ്ഞു. അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ യുണീക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പേര് തന്നെ യുണീക്കായി തിരഞ്ഞെടുത്ത് അതിനോട് നീതി പുലർത്തുന്ന തരത്തിൽ അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ ആയിരങ്ങളിലേക്ക് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഒരു സ്റ്റെപ്പ് കൂടെ ബെറ്റർ ആക്കാൻ, ഇപ്പോൾ ചെയ്യാൻ വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു ചുവട് നടക്കാൻ, ചേർത്ത് പിടിക്കാതെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടാകുമെന്ന കാര്യത്തിന് ഒരു സംശയവും എനിക്ക് ഒട്ടുമില്ല എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഈ നാടിൻ്റെ പേര് കൊല്ലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് എപ്പോഴത്തുള്ള കൊല്ലം അല്ല. നമ്മുടെ നാട്ടിലെ കൊല്ലത്തിൻ്റെ പേര് ഈ നാടിനോളം എത്തിച്ച ഒരു കലാകാരൻ, ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് തനിക്ക് കിട്ടിയ കഴിവിനോട് നീതി പുലർത്തുന്ന തരത്തിൽ ലഭ്യമായ അവസരങ്ങളിൽ, ഒരു കാലത്ത് സോഷ്യൽ മീഡിയയുടെ വിപ്ലവമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് CD-യിലൂടെ കേട്ട പാട്ടുകൾ, പാട്ട് കാറിലാക്കിയും കേട്ട പാട്ടുകൾ, അതിനെ നമുക്ക് സമ്മാനിച്ച ഈ നാട്ടുകാരനായ, നമ്മുടെ വടകരക്കാരനായ പ്രിയപ്പെട്ട കൊല്ലം ഷാഫിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ
അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പം അടുത്ത് ഇറക്കിയ ഒരു പാട്ടിൽ ഷാഫിക്ക പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ റീൽസ് ഉണ്ടാക്കുമ്പോൾ ഈ ഷാഫിക്കാനല്ല, കുറച്ചൊക്കെ എൻ്റെ മുഖം അതിനകത്ത് കറങ്ങി വന്നുള്ളത് ഞാൻ ഓർക്കുക. ഷാഫിയെ പോലെ കഠിനാധ്വാനം ചെയ്ത് തൻ്റെ കഴിവിനോട് നീതി പുലർത്തി ബാരിയേഴ്സിനെ മറികടന്ന് വന്നിട്ടുള്ള ഒരു കലാകാരൻ്റെ സാന്നിധ്യം ഈ കുട്ടികൾക്ക് പ്രചോദനമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും ലവലേശം പോലും എനിക്കില്ല. അതുപോലെ തന്നെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. തൂഫാൻ എന്ന പേരിൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് ലഹരിക്കെതിരായി നടത്തുന്ന ഒരു വലിയ പോരാട്ടത്തിന് നാദാപുരത്തിൻ്റെ യുവതയെ ഒരുക്കാനുള്ള ലോഞ്ചിന് പാഷനേറ്റായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുത്ത് കോഴിക്കോടിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണറായി അഭിമാനബോധത്തോടെ നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയങ്കരിയായ മെറിൻ ജോസഫ് IPS എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു സുഹൃത്തിനെ പോലെ പ്രചോദനം ഉൾക്കൊള്ളാവുന്നവരുടെ സാന്നിധ്യമുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ലെങ്കിൽ ഇവിടെയുള്ള പൊതുപ്രവർത്തകർ, സൂപ്പിക്ക തൊട്ടിങ് അറ്റം വരെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, പഞ്ചായത്ത് ഉണേരി പ്രസിഡന്റ് വരെയുള്ള ആളുകൾ, അതിൻ്റെ പുറകിലിരിക്കുന്ന ആളുകൾ, ഇവർ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതിൻ്റെ ഫെയിമിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം, അതിൻ്റെ പദവിയിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം, അതിൻ്റെ അംഗീകാരത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാവാം. പക്ഷെ കമ്മിറ്റ്മെൻറ്റിൽ കുറവുള്ളവരല്ല. തങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ അവരെ സേവിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ സെൽഫ്ലെസ്സായി കുടുംബത്തെ പോലും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായ പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ എല്ലാവരും കൂടെ ചേർന്ന ഒരു സംഗമമാണ്. ഈ സംഗമം നടക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ വേണ്ടി തെളിയുന്നൊരു പ്രകാശം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകർന്ന് ഉരുകിത്തീർന്നിരുന്ന ഒരു മഹാമനുഷ്യൻ്റെ ഓർമ്മയിലാണ് നിങ്ങളുടെ MLA ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ വഴിയിൽ നടക്കാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ടവരാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം എന്ന് നിരന്തരം ജീവിതം കൊണ്ട്, വാക്കുകളിലൂടെയല്ല ജീവിതം കൊണ്ട് ഓർമ്മിപ്പിച്ചൊരു മനുഷ്യൻ്റെ പേരിലാണ് ഈ സംഗമം നടക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോഴും ഞാൻ ആലോചിച്ചു പിന്നെ എന്താണ് പറയേണ്ടത്. ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വേദിയിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഞാനോ ബാക്കി ആരുമല്ല. ഈ വേദിയിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ ഒരുമിച്ചിരുത്താൻ കാരണക്കാരനായ പ്രിയങ്കരനായ നാദാപുരത്തിൻ്റെ MLA പ്രിയപ്പെട്ട KM അഭിജിത്താണ് എന്നുള്ളത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തുപോവുകയാണ്. അതിന് കൃത്യമായ കാരണമുണ്ട്. അഭിജിത്ത് എന്തുകൊണ്ട് പ്രചോദനമാകുന്നു എന്നുള്ളത് സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്. എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാത്ത ഒരു ചരിത്രം, എനിക്കും നിങ്ങൾക്കും ചിലർക്കെങ്കിലും കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു ചരിത്രം. ഒരു സാധാരണ വീട്ടിൽ വളരെ സാധാരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടി, ജനിച്ചു വളർന്നൊരു കുട്ടി സർക്കാർ സ്കൂളിൽ പഠിച്ച് വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോയി. അത്തോളിയിലെ സർക്കാർ സ്കൂളിൽ പഠിച്ച് വളർന്ന് അവിടുന്ന് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസം തുടർന്ന് ഈ കോഴിക്കോടിൻ്റെ പരിസരത്തുള്ള കോളേജുകളിൽ ആർട്സിലും അതുപോലെ തന്നെ ദേവഗിരിയിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഫറൂഖിലുമൊക്കെയായി വിദ്യാഭ്യാസത്തിൻ്റെ നാളുവഴികൾ പിന്നിട്ടൊരു ചെറുപ്പക്കാരൻ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ തലപ്പത്തേക്ക് കടന്നു വന്നിരുന്നതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് പറയാനുള്ള ചരിത്രം, ആ കുട്ടിയുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു എന്നുള്ളതാണ്. നിത്യവൃത്തിക്ക് കൂലിപ്പണിക്ക് പോയിരുന്ന ഒരാളുടെ മകൻ, ചെങ്കല്ല് വെട്ടുന്ന ഒരാളുടെ മകൻ, അങ്ങനെ വെട്ടി ജീവിച്ചിരുന്ന ഒരാളുടെ മകൻ, ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു, പഠനത്തിന് പണം കണ്ടെത്താൻ ആ കൽപ്പണിക്ക് പോയിട്ടുള്ള ഒരാൾ, പഠനത്തിന് പണം കണ്ടെത്താൻ ഈ ചെങ്കല്ലിൻ്റെ പണിക്ക് പോയിട്ടുള്ള ഒരാൾ, പഠനത്തിന് പണം കണ്ടെത്താൻ പെയിന്റിംഗ് പണിക്ക് പോയിട്ടുള്ള ഒരാൾ, അതിലൂടെ വളർന്നു വന്ന് ഇന്ന് നാദാപുരത്തിൻ്റെ MLA ആയി നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്സ് അല്ല നിങ്ങളുടെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ വീടിന്റെ സാമ്പത്തിക ശേഷിയല്ല നിങ്ങളുടെ വിജയത്തിന്റെ അളവുകോലായി മാറുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങളല്ല നിങ്ങൾ മുന്നോട്ട് നയിക്കുന്ന പാതയുടെ നിങ്ങൾക്ക് കരുത്തായി മാറുന്നത്. ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, പാഷനേറ്റായി ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഫോളോ ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന ഒരാളുടെയും പേരിലല്ല, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നാദാപുരം നാളെ അറിയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു മൊമെന്റാണ്. ഈ നാടിൻ്റെ ഭാവി എന്ന് പറഞ്ഞ് നാളെയിലേക്ക് കരുതി വെക്കാനോ മാറ്റിവെക്കാനോ സമയമില്ലാത്തൊരു കാലത്ത് ഇന്ന് തന്നെ നാദാപുരത്തിന് വലിയ അഭിമാന വിജയം നേടിത്തന്ന ആളുകൾ, ഞാൻ പറയുന്നു എല്ലാ ഏറ്റക്കുറച്ചിലുകൾക്കും അപ്പുറത്തേക്ക് തന്നെ ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും യു ഫോം ദ ഫ്യൂച്ചർ ഓഫ് ദിസ് നേഷൻ.
ഈ രാജ്യത്തിൻ്റെ ഭാവിയെ അതിനെ ഫോം ചെയ്യുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നാളെ നിങ്ങളുടെ പാഷൻ ഏത് മേഖലയിലാണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളുടെ സ്വഭാവം മാറി, വിദ്യാഭ്യാസത്തിൻ്റെ സ്വഭാവം മാറി, തൊഴിലിൻ്റെ സ്വഭാവം മാറി, ടെക്നോളജി എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വിദ്യാഭ്യാസ പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലോകത്ത് നിലവിലില്ലാത്ത ജോലിക്ക് വേണ്ടി ആളുകളെ പഠിപ്പിക്കാൻ ലോകം തയ്യാറെടുക്കുന്ന ഒരു കാലത്ത് ഫ്യൂച്ചർ എന്നുള്ളത് ആരുടെയും ഡെഫിനിഷനകത്ത് ഒരുക്കി നിർത്താൻ കഴിയാത്ത ഒന്നായി മാറുമ്പോൾ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊറ്റ ഉത്തരം, യുവർ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായി വരുന്നത്. നാളെ അൺസർട്ടൺ ആണ്, നാളെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അൺസർട്ടൺ ആണ്. ഇന്നലെ ഉണ്ടായ മാറ്റങ്ങളെക്കാൾ വേഗത്തിലാണ് ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇന്നുണ്ടാവുന്ന മാറ്റങ്ങളെക്കാൾ വേഗത്തിലാണ് നാളെയുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഓപ്പർച്യൂണിറ്റീസ് മാറും, ചലഞ്ചസ് മാറും, സ്കോപ്പ് മാറും, ട്രബിൾസ് മാറും, സ്ട്രഗിൾ മാറും, എല്ലാം മാറുമ്പോൾ then what matters? ഒന്നിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളില്ല. How you are going to face the future? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഭാവിയെ ഫേസ് ചെയ്യുന്നത്? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. ആ ആറ്റിറ്റ്യൂഡിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ ചിലപ്പം വീണുപോയെന്ന് വരാം, ഇവിടെ വീഴ്ചകൾ ഉണ്ടായെന്ന് വരാം. നാദാപുരത്തിൻ്റെ MLA ആയി അഭിജിത്ത് മാറുന്നതിന് മുമ്പ് നോർത്തിൽ മത്സരിച്ച് വലിയ വോട്ടിന് പരാജയപ്പെടേണ്ടി വന്നൊരു അഭിജിത്ത് ഉണ്ടായിരുന്നു. അവിടുത്തെ മനംമടുപ്പല്ല അഭിജിത്തിനെ ഇന്നൊക്കെ എത്തിച്ചത്. അവിടെ പരാജയപ്പെട്ടാലും ആ പരാജയത്തിൽ എഴുന്നേറ്റ് വരാനുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് ഇന്ന് അഭിജിത്തിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ലൈക്ക് വൈസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ യു മേ സ്ട്രഗിൾ, നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്? മെറിൻ ജോസഫിന്റെ സക്സസിന്റെ ഡെഫിനിഷൻ IPS എന്ന് പറയുന്ന ആ 3 അക്ഷരങ്ങളല്ല. കൊല്ലം ഷാഫിയുടെ സക്സസിന്റെ ഡെഫിനിഷൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ വരുന്ന ആയിരങ്ങളുടെ ആ പറയുന്ന പങ്കാളിത്തമല്ല. ജോസഫ് അന്നംകുട്ടി ജോസഫിന്റെ ഈ സക്സസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മണിക്കൂറിന് അദ്ദേഹത്തിന് നൽകുന്ന ആളുകൾ നൽകുന്ന ആദരവും പണവും ഒന്നുമല്ല. ആ സക്സസിന്റെ എല്ലാം ഡെഫിനിഷൻ എന്ന് ഞാൻ പറയുന്നത് ദ സ്ട്രഗിൾ ബിഹൈൻഡ്. ഒരാളുടെ സക്സസിനെ അളക്കേണ്ടത് ഫെയിമിന്റെ പേരിലല്ല, പദവിയുടെ പേരിലല്ല, കിട്ടുന്ന സൗകര്യങ്ങളുടെ പേരിലല്ല, പണത്തിന്റെ പേരിലല്ല. ഓൾവേസ് സ്റ്റഡി ദ സ്ട്രഗിൾ ബിഹൈൻഡ്. അവിടെ എത്താനുള്ള ജേണിയിൽ അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ് ആ സക്സസിനെ മെഷർ ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധമെങ്കിൽ എൻ്റെ നാദാപുരത്തിൻ്റെ യുവതയോട് ഞാൻ പറയുന്നു, ഇവിടെ ആദരിക്കപ്പെടുന്നത് നിങ്ങളുടെ മാർക്കിനെയല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെയല്ല, നിങ്ങളുടെ A+നെയല്ല. ഇവിടെ ആദരിക്കുന്നത് നിങ്ങളുടെ ജേണിയാണ്, നിങ്ങളുടെ സ്ട്രഗിളിനെയാണ്, നിങ്ങളുടെ സാക്രിഫൈസിനെയാണ്. അപ്പോൾ ബി പാഷനേറ്റ്. ആ പാഷൻ നിങ്ങൾ തുടരുക. ഇഷ്ടപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും ആ പാഷൻ നിങ്ങൾ തുടരുക. ഒരു 15 വയസ്സുകാരൻ്റെ തലയിലേക്ക് IPLന്റെ ഓറഞ്ച് ക്യാപ്പ് വെച്ചു കൊടുത്തിട്ട് പാറ്റ് കമ്മിൻസിനെ പോലെ ഒരാൾ ഈ ചെക്കന് സ്കൂളിൽ പോയി പഠിച്ചാൽ പോരായിരുന്നു എന്ന് പറയുന്ന വൈഭവ് സൂര്യവംശിമാരുടെ കാലത്തിലാണ് നിങ്ങൾ ഈ നാടിൻ്റെ ഫ്യൂച്ചറായി മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഏജ് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് മാറുന്നില്ല. 1-2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ജോസഫിൻ്റെ ക്ലാസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. മെഷീൻസ് നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും തരുന്ന ഒരു കാലത്ത് ഹു വിൽ വൈപ്പ് യുവർ ടിയേഴ്സ്? ആരാണ് ഈ നാടിൻ്റെ കണ്ണീരൊപ്പാൻ പോകുന്നത്? ഉത്തരങ്ങൾ മെഷീൻ തരും, പക്ഷെ കണ്ണീരൊപ്പാൻ മെഷീന് കഴിയില്ല. അതിന് മനുഷ്യൻ തന്നെ വേണം. ടെക്നോളജി വളരും, ഹ്യൂമാനിറ്റി കുറഞ്ഞു പോകാൻ പാടില്ല. അതാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഈ വേദികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പാരൻസിൻ്റെ കാര്യമാണെങ്കിലും, ടീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും, ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിലും, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണെങ്കിലും, ജീവിതത്തിൽ ചുറ്റുപാടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കാര്യമാണെങ്കിലും അതിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരു തലമുറ ഇവിടുന്ന് വളർന്നു വരിക. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾക്ക് നിന്നു കൊടുക്കാത്ത ജെൻസിയുടെ ഏറ്റവും വലിയ പ്രതീകങ്ങളായി മാറുക. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ നാളെ ഈ മൈക്ക് വെച്ച് സംസാരിക്കുന്ന ഞാൻ എൻ്റെ എന്തെങ്കിലും അജണ്ട കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാലും അരുതെന്ന ആർജവത്തോടെ പറയുന്നവരായി ഈ തലമുറ മാറുക എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാ മതങ്ങളെയും ജാതിയെയും അതെല്ലാവരെയും മനുഷ്യനായി ഉൾക്കൊണ്ടുപോകുന്ന ഒരു ജനറേഷൻ ഇവിടുന്ന് വളർന്നു വരേണ്ടതുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അതിൽ നിന്നൊക്കെ തടസ്സമായി ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരാൻ ശ്രമിക്കുകയാണ്. അതിനെ തടസ്സപ്പെടുത്താനാണ് IPSകാരിയായുള്ള ആളുകൾ ഉൾപ്പെടെ ഇന്ന് ഈ വേദിയിൽ വന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത നിങ്ങൾ കണ്ടു. 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ചു കൊല്ലുന്നതിൻ്റെ വാർത്ത നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ വാരിയെല്ലിന് 7 മുറിവുകൾ വാരിയെല്ലിന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. 1.5 വയസ്സുള്ള കുട്ടിക്ക് വാരിയെല്ലിന് 7 മുറിവ് സംഭവിക്കുന്ന തരത്തിൽ മർദ്ദിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, മനുഷ്യൻ്റെ ബുദ്ധിയെ
അതിനെ തടസ്സപ്പെടുത്തുന്ന ടെമ്പററി പ്ലഷറുകളിലേക്ക് ആളുകളെ നയിക്കാൻ ലഹരിയുടെ വ്യാപനം കാരണമായി മാറുന്നു. അച്ഛനെയും അമ്മയെയും ഉമ്മയെയും കൊല്ലാൻ മക്കൾക്ക് തോന്നുന്ന തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാവണം. ഈ കോഴിക്കോട്ടെ ജില്ലയിൽ തന്നെ സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാർത്ത നമ്മൾ വായിച്ചു നിൽക്കേണ്ടി വന്നു. എൻ്റെ അമ്മയെ മകൻ കൊല്ലാൻ നോക്കുന്നെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കരഞ്ഞ ഒരു മകൻ്റെ വാർത്ത ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. ഇവിടെ ഈ പരിസര പ്രദേശത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമുക്കിടയിലേക്ക് വരികയാണ്. ബോധം നശിച്ചു കിട്ടുന്ന പ്ലഷറുകളാണ് ലൈഫിലെ സന്തോഷമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ ഈ മൂക്കിൽ വലിക്കുന്ന പൊടിയും കുത്തിവെക്കുന്ന ഈ പറയുന്ന സാധനങ്ങളും കൊണ്ട് വരുന്നവരുടെ മുമ്പിൽ അതല്ല ഞങ്ങളുടെ ലഹരി, ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ലഹരി. വി ആർ അഡിക്റ്റഡ് ടു അവർ ലൈഫ്. ഞങ്ങൾക്ക് പോസിറ്റീവ് അഡിക്ഷൻ ആണ് എന്ന് ഇന്ന് ഈ സംഗമത്തിലിരിക്കുന്ന ആളുകൾ പറയാൻ തീരുമാനിച്ചാൽ നമുക്ക് ലഹരിയെ തുരുത്താൻ പറ്റും. പ്രിയമുള്ളവരെ, എന്തെല്ലാം അഡിക്ഷൻ നമ്മുടെ ലൈഫിലുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോകത്ത് വീണ്ടും പന്തുരളാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. വലിയ ഉയരങ്ങളിലൂടെ മെസ്സിയുടെ കട്ടൗട്ടർ ഇവിടെ വരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരുന്നു, നെയ്മറിൻ്റെ വരുന്നു, എംബാപ്പയുടെ വരുന്നു, ജർമ്മനിയുടെ വരുന്നു, ഹോളണ്ടിൻ്റെ വരുന്നു, ഇംഗ്ലണ്ടിൻ്റെ വരുന്നു. ഈ രാജ്യം കളിക്കുന്നില്ലാത്ത ലോകകപ്പായിട്ട് പോലും നമ്മുടെ പ്രദേശങ്ങളിൽ ചെറുപ്പക്കാർ സംഘടിച്ച് വലിയ കട്ടൗട്ടറുകൾ വെക്കുമ്പോൾ ആ ആവേശമാണ് ലഹരി. ആ മനോഹരമായ ഫുട്ബോളിംഗ് മൊമെന്റ്സ് ആണ് ലഹരി. കൊല്ലം ഷാഫിയുടെ പാട്ടാണ് ലഹരി. മെറിൻ ജോസഫിന്റെ കരിയറാണ്. ആൽമസ് കുട്ടി ജോസഫിന്റെ വാക്കുകളാണ് ലഹരി. പാട്ടാണ്, നൃത്തമാണ്, പഠനമാണ്, രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ്, സുഹൃത്തുക്കളാണ്, സൗഹൃദമാണ്, പുസ്തകമാണ്, വരികളാണ്, വരകളാണ്, അധ്വാനമാണ്, ജയമാണ്, തോൽവിയാണ്. അതാണ് ലഹരി. അതുകൊണ്ട് കിട്ടുന്ന സുഖമൊന്നും ഒരുത്തന്റെയും സിറിഞ്ച് കൊണ്ട് കിട്ടാനില്ല എന്ന് ഈ നാട് ഉറച്ചു പറയുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ വരണം. അതിൻ്റെ പോരാളികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ലഹരിയെ നമുക്ക് തടഞ്ഞേ പറ്റൂ. അതിന് പ്രചോദനമാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഈ സംഗമം. ഇതിനൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ നിർണായകമായ ഇടപെടൽ നടത്താൻ ഒരു ടീമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട MLAക്ക് കഴിയട്ടെ. അതിനൊപ്പം നടക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവർക്കില്ലാത്തത് നിങ്ങൾക്ക് കിട്ടണമെന്ന അവരുടെ ആഗ്രഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂടാണ് ഈ റിസൾട്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നു, ഈ പ്രദേശത്തൊക്കെ ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ടുണ്ടാകും. മക്കളുടെ റിസൾട്ട് വരുന്നുള്ള ടെൻഷൻ ജോലി സ്ഥലത്തുനിന്ന് താങ്ങാൻ കഴിയാതെ ആ റിസൾട്ട് വന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന മാർക്കുകൾ കണ്ടിട്ട് ഒപ്പം വെയിലത്ത് പണിയെടുക്കുന്ന കഠിനാധ്വാനികളോട് എൻ്റെ മോള് ജയിച്ചിട്ടോ, എൻ്റെ മോൻ ജയിച്ചിട്ടോ എന്ന് പറയുന്ന ആ പ്രവാസിയായ പിതാവിൻ്റെ ഗദ്ഗതം അതെന്താണെന്ന് തിരിച്ചറിയുന്ന മക്കൾ ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിന് ഒരു സംശയവും എനിക്കില്ല. നാളെ നിങ്ങളുടേതാണ്, നാളെ ഇന്നാണ്. അത് നല്ലതാവട്ടെ, നന്മയുള്ളതാവട്ടെ, കൂടെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.